16ന്റെ സ്ക്വയർ എത്ര വരും? 256 വരും. ഇനി 256ഉം നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്യണം? 9 കൂടെ ആഡ് ചെയ്യണം അല്ലേ? അപ്പം എത്ര വരും? 265 വരും റൂട്ട് അല്ലേ? റൂട്ട് 256 എന്ന് പറഞ്ഞു വരത്തില്ലേ? 265 എന്ന് പറഞ്ഞു വരത്തില്ലേ? അപ്പൊ നമ്മൾ എല്ലാത്തിന്റെ ലെങ്ത് കണ്ടുപിടിച്ചല്ലോ. എന്തിന്റെയൊക്കെ ലെങ്ത് കണ്ടുപിടിച്ചു? എ ബിയുടെ ലെങ്ത് കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ ബി സിയുടെ ലെങ്ത് കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ എ സിയുടെ ലെങ്ത് കണ്ടുപിടിച്ചു. എ ബിയുടെ ലെങ്ത് നമുക്ക് എത്ര കിട്ടിയ? √5. ഇനി ബി സിയുടെ ലെങ്ത് നമുക്ക് എത്ര കിട്ടിയ? 212. അതുപോലെ തന്നെ എ സിയുടെ ലെങ്ത് എത്ര കിട്ടിയ? 265. ഉണ്ടോ? അപ്പം നമുക്ക് എന്ത് പറയാം? എ ബിയും ബി സിയും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടോ? എ സി കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. എ ബിയും ബി സിയും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടത്തില്ല? എ സി കിട്ടത്തില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദീസ് പോയിന്റ്സ് ആർ നോട്ട് കൊളീനിയർ എന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ പോയിന്റ്സ് ഒന്നും എന്തല്ല? കൊളീനിയർ അല്ല. ഓക്കെ, ദീസ് പോയിന്റ്സ് ആർ നോട്ട് കൊളീനിയർ. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ദീസ് പോയിന്റ്സ് ആർ നോട്ട് കൊളീനിയർ. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചേക്കുന്നത് കൊളീനിയർ ആണോ അല്ലയോ എന്ന് തെളിയിക്കാനായിരുന്നു. നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ദീസ് പോയിന്റ്സ് ആർ നോട്ട് കൊളീനിയർ. നെക്സ്റ്റ് ഇതിലോട്ട് പോവാം. ചെക്ക് വെദർ ദ പോയിന്റ്സ് ആർ വെർട്ടിസസ് ഓഫ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ. ഈ പോയിന്റ്സ് ഒരു ഐസോസിലസ് ട്രയാങ്കിളിന്റെ വെർട്ടിസസ് ആണോ എന്നുള്ളതാണ് ചോദ്യം. നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാം. കണ്ടോ? അപ്പം ഇവർ ചോദിച്ചേക്കുന്ന ചോദ്യം ഇതാണ്, ഇതൊക്കെ ഒരു ഐസോസിലസ് ട്രയാങ്കിളിന്റെ വെർട്ടിസസ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മൾ ആദ്യം ഈ പോയിന്റുകളെല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 5 -2, പിന്നെ 6 4, പിന്നെ 7 -2. 5 -2 ഉണ്ട്, 6 4 ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്? 7 -2 ഉണ്ട്. അപ്പം നമ്മൾ 3 പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇവർ ചോദിച്ചേക്കുന്നത് ആർ ദീസ് പോയിന്റ്സ് വെർട്ടിസസ് ഓഫ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ എന്നുള്ളതാണ് ചോദ്യം. ഇതൊരു ഐസോസിലസ് ട്രയാങ്കിളിന്റെ വെർട്ടിസസ് ആണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കുന്ന വെച്ചാൽ ഞാനിവിടെ മാർക്ക് ചെയ്യാം ഇതിനെ എ ബി സി. കണ്ടോ? അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യു ജസ്റ്റ് കാൽക്കുലേറ്റ് എ ബി ആൻഡ് യു ക്യാൻ കാൽക്കുലേറ്റ് ബി സി ആൻഡ് യു ക്യാൻ കാൽക്കുലേറ്റ് എ സി ഓൾസോ. എ ബി കാൽക്കുലേറ്റ് ചെയ്യാം, ബി സി കാൽക്കുലേറ്റ് ചെയ്യാം, എന്നിട്ട് എ സിയും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ എ ബിയും ബി സിയും ഈക്വൽ ആയിട്ട് വരുവാണെങ്കിൽ, ഇഫ് എ ബി ഇസ് ഈക്വൽ ടു ബി സി, then we can say that the points represent എന്താണ്? an isosceles triangle, and it should, and only AB should be equal to BC. എല്ലാം ഈക്വൽ ആവല്ലേ? if AB is equal to BC is equal to AC, then it is an equilateral triangle. അതൊരു equilateral triangle ആവത്തുള്ളൂ. പക്ഷെ ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞേ? ഐസോസിലസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് വേണം? AB should be equal to എന്താണ്? BC. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാം കണ്ടുപിടിച്ചെടുക്കാം. ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിച്ചെടുക്കാം? AB കണ്ടുപിടിച്ചെടുക്കാം. എ ബി എങ്ങനെ കണ്ടുപിടിച്ചെടുക്കും? റൂട്ട് ഓഫ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് ബി എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് സി എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ എ ബി നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിച്ചെടുക്കും? 6 - 5 the whole square plus 6 - 5 the whole square plus 4 - -2 the whole square. ഓക്കെ, അപ്പൊ 6 - 5 എന്ന് പറഞ്ഞാൽ എത്ര വരും? 1 സ്ക്വയർ പ്ലസ് ഇത് 4 - -2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 6 വരും. 6ന്റെ സ്ക്വയർ എത്രയാ? 36. അപ്പം ഇത് നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്? √37 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പൊ എ ബിയുടെ ലെങ്ത് നമുക്ക് കിട്ടി. അപ്പം എ ബി ലെങ്ത് കിട്ടി. നിങ്ങൾ കണ്ടല്ലോ എ ബി കണ്ടല്ലോ. ഇനി നമുക്ക് അടുത്ത ഏതിന്റെ ലെങ്ത് വേണം? ബി സി വേണം. ബി സി കണ്ടുപിടിച്ചെടുക്കാം.
ബി സി കണ്ടുപിടിച്ചെടുക്കാം. എങ്ങനെ ബി സി കണ്ടുപിടിച്ചെടുക്കും? റൂട്ട് ഓഫ് ബി സി അല്ലേ. അപ്പം ബി സിയിലെ പോയിന്റ്സ് ഏതൊക്കെയാ? 6 4 7 -2 ആണ്. അപ്പൊ 7 - 6 7 - 6 the whole square plus -2 -4 ഉണ്ടോ? അപ്പൊ എന്ത് വരും? സിംപ്ലിഫൈ എടുത്തേ. 7 - 6 എന്ന് പറഞ്ഞാൽ ആൻസർ എത്ര വരുന്നത്? 1. 1ന്റെ സ്ക്വയർ 1 തന്നെ. ഇനി -2 -4 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? -6. -6ന്റെ സ്ക്വയർ എത്ര തന്നെ? 36. അപ്പൊ നിങ്ങൾ സിംപ്ലിഫൈ ആണ്, നിങ്ങൾക്ക് എത്ര കിട്ടും ആൻസർ? റൂട്ട് 37 എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ നമുക്ക് ഒരു കാര്യം കിട്ടിയല്ലോ, എ ബിയും ബി സി ഈക്വൽ ആണെന്ന് കിട്ടിയല്ലോ. നോക്ക്, ഈ ട്രയാങ്കിളിലെ എ ബിയും ബി സി ഈക്വൽ ആണ് നമുക്ക് കിട്ടി. ഹിയർ ദ ടു സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ആർ ഈക്വൽ. ഇനി നമ്മൾ എ സി ഇങ്ങനെ കണ്ടുപിടിക്കണം. ഇഫ് എ സി ഈസ് ഓൾസോ റൂട്ട് 37, then we can say that this is an equilateral triangle. And if AC is different, then we can confirm that these are the vertices of an isosceles triangle. So next we can calculate AC. AC കണ്ടുപിടിച്ചെടുക്കാം. ഉണ്ടോ? AC കണ്ടുപിടിച്ചെടുക്കാം. AC എടുക്കാം നമുക്ക്. AC എങ്ങനെ എടുക്കും? റൂട്ട് ഓഫ് 7 - 5 അല്ലേ? 7 - 5 അല്ലേ? 7 - 5 the whole square plus -2 -2 ഇത് ക്യാൻസൽ ആയി പോകും. 7 - 5 മാത്രമേ വരത്തുള്ളൂ അല്ലേ? 7 - 5 നമ്മൾ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര കിട്ടുന്ന ആൻസർ? 2 വരും. 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? റൂട്ട് 4 വരും. 4ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ വീണ്ടും എത്ര വരും? 2 വരും. അപ്പൊ നമുക്ക് എന്ത് കൺഫേം ചെയ്യാം? എ ബി ഇസ് ഈക്വൽ ടു ബി സി ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു എന്താണ്? എ സി അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം, ആസ് two sides are equal, therefore ABC is an isosceles triangle. ഓക്കെ, കിട്ടിയല്ലോ ഐഡിയ? ഈസി അല്ലേ? ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം. എന്തൊക്കെയാ നമ്മൾ ചെയ്ത കാര്യങ്ങൾ? എന്തൊക്കെയാ? നമ്മൾ ട്രയാങ്കിളിലെ എന്ത് കണ്ടുപിടിച്ചെടുത്തു? എ ബി കണ്ടുപിടിച്ചെടുത്തു, ബി സി കണ്ടുപിടിച്ചെടുത്തു. രണ്ടും സെയിം ലെങ്ത് ആണെന്ന് മനസ്സിലായി. പക്ഷെ അത് എ സിയോട് ഈക്വലും അല്ല. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് ട്രയാങ്കിൾ ആയിരിക്കും? ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. എല്ലാം ഈക്വൽ ആണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വിളിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക എല്ലാവരും. അപ്പോൾ ഒരു ക്ലാസ് റൂമിൽ 4 ഫ്രണ്ട്സ്, അവരെ നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത് എ ബി സി ഡി അങ്ങനെ 4 പോയിന്റ്സിലായിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. കണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എ എന്ന് പറയുന്ന പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാം. എന്തായിരിക്കും എ എന്ന് പറയുന്ന പോയിന്റ്? ഞാനൊന്ന് എഴുതാം. എ എന്ന് പറയുന്ന പോയിന്റ് ഇതല്ലേ ഒറിജിൻ? ഉണ്ടോ? അപ്പം 3 എക്സ് ആക്സിലാണ് ആദ്യം എഴുതാൻ. 3 4. അടുത്ത ഏതാ? ബി എന്ന് പറയുന്ന പോയിന്റ് എത്രയാ? എക്സ് ആക്സിൽ 6ഉം വൈ ആക്സിൽ 7. അപ്പൊ എത്രയാ? 6 7 അല്ലെ? ഇനി സി എന്ന് പറയുന്നത് എക്സ് ആക്സിൽ 9, വൈ ആക്സിൽ എത്രയാ? 4. ഡി എന്ന് പറയുന്ന പോയിന്റ് എക്സ് ആക്സിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? 6. വൈ ആക്സിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? 1. അപ്പൊ ഡി എന്ന് പറയുന്ന പോയിന്റ് എത്ര? 6ഉം 1ഉം. ഓക്കെ, നമ്മളോട് ചോദിച്ചേക്കുന്ന ഇതാണ്, ഈ 4 പോയിന്റ്സും കൂടെ എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആണോ എന്നുള്ളതാണ് അവരുടെ ചോദ്യം. അതായത് ഇവർ 4 പേരും ഒരു സ്ക്വയറിന്റെ 4 കോർണറുകളിലാണോ ഇരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. കണ്ടോ? ഇവർ 4 പേരും, ഈ 4 ഫ്രണ്ട്സും 4 പൊസിഷനിൽ സീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരിയ്ക്കുന്നത് ശരിക്കും ഒരു എന്താണ്, ഒരു സ്ക്വയറിന്റെ കോർണേഴ്സിലാണോ ഇവരുടെ അറേഞ്ച്മെന്റ്, സിറ്റിംഗ് അറേഞ്ച്മെന്റ് എന്നുള്ളതാണ് ഇവരുടെ ചോദ്യം. അപ്പൊ നോക്കിയാൽ ഇതൊരു സ്ക്വയർ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ? ഓക്കെ, ഇതാണ് ഇവരുടെ ചോദ്യം. ഇവർ 4 പേരും ഒരു സ്ക്വയറിലാണോ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഇവരുടെ ചോദ്യം. അപ്പം നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു സ്ക്വയർ ആണെങ്കിലുള്ള പ്രത്യേകത എന്താണ് സ്ക്വയർ ആണെങ്കിലുള്ള കണ്ടീഷൻ? എ ബി ഷുഡ് ബി ഈക്വൽ ടു ബി സി
is equal to CD is equal to DA. All lengths should be same. AB should be equal to BC is equal to CD is equal to DA. എല്ലാ ലെങ്തുകളും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇവരുടെ ഡയഗണൽസ് സെയിം ആയിരിക്കണം. അതൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ആണ് കേട്ടോ. ഇഫ് ഇറ്റ് ഈസ് എ സ്ക്വയർ ദെൻ ദ ഡയഗണൽ ഷുഡ് ബി സെയിം. ഇതാണ് ഡയഗണൽ. ഇതൊരു ഡയഗണൽ ആണ്. ഇത് വേറൊരു ഡയഗണലാണ്. ദ ഡയഗണൽ ലെങ്ത് ഷുഡ് ബി സെയിം ഇഫ് ഇറ്റ് ഈസ് എ സ്ക്വയർ. ഓക്കെ, സ്ക്വയറിന്റെ ഒരു പ്രോപ്പർട്ടി ആണത്. ഞാനിവിടെ എഴുതാം. ഡയഗണൽസ് AC ഷുഡ് ബി ഈക്വൽ ടു എന്താണ്? BD കേട്ടോ. അപ്പം ഇത് മാത്രം ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. കാര്യം ഇത് മാത്രം ഈക്വൽ ആണ്, ഇത് റോംബസും കൂടെ ആകാം. ഇഫ് AB is equal to BC is equal to CD is equal to DA, it can be a rhombus. But if the diagonals are equal, then we can confirm that it is a square. Okay. അപ്പം റെക്ടാങ്കിൾ ആണെങ്കിൽ എന്താണ്? റെക്ടാങ്കിൾ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്? ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കത് പറയാം. അപ്പം നമ്മൾ പോയിന്റ്സ് എല്ലാം ലൊക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? നിങ്ങളിങ്ങനെ ഗ്രാഫ് വരയ്ക്കണമെന്നില്ല. അപ്പം A മാർക്ക് ചെയ്തിട്ടുണ്ട്, B മാർക്ക് ചെയ്തിട്ടുണ്ട്, C മാർക്ക് ചെയ്തിട്ടുണ്ട്, D മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഓരോ ലെങ്തുകൾ കണ്ടുപിടിക്കാം. അപ്പം ഞാൻ ആദ്യം AB കണ്ടുപിടിക്കാൻ പോകും. AB കണ്ടുപിടിച്ചെടുക്കും. റൂട്ട് ഓഫ് എന്താണ്? പോയിന്റ്സ് എന്താണ്? x2 മൈനസ് x1 അല്ലേ? 6 മൈനസ് 3 the whole square plus 6 minus 3 the whole square plus 7 minus 4 the whole square. എത്ര കിട്ടും? 6 minus 3 എന്ന് പറഞ്ഞാൽ 3 തന്നെ. 3 സ്ക്വയർ എത്ര? 9 പ്ലസ് 7 മൈനസ് 4 എത്ര? 3 തന്നെ അല്ലേ? അതിന്റെ സ്ക്വയർ എത്ര? 9. അപ്പം റൂട്ട് ഓഫ് 9 പ്ലസ് 9 എത്ര? റൂട്ട് 18. അതാണ് ആദ്യത്തെ ലെങ്ത്. ഇനി അടുത്ത ലെങ്ത് എടുക്കാം നമുക്ക്. AB എടുത്തു. ഇനി അടുത്ത് BC അല്ലേ നമുക്ക് വേണ്ടേ? BC എടുക്കാം. BC എടുക്കുന്ന എങ്ങനെ? റൂട്ട് ഓഫ് എന്ത് വരും? B എന്ന് പറയുന്ന പോയിന്റ് 6 7, C എന്ന് പറയുന്ന പോയിന്റ് 9 4. അപ്പം 9 മൈനസ് 6 എന്ന് പറഞ്ഞാൽ എത്ര? 9 മൈനസ് 6 ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 മൈനസ് 7 ഹോൾ സ്ക്വയർ. 9 മൈനസ് 6 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 സ്ക്വയർ എത്ര? 9 തന്നെ. ഇതും മൈനസ് 3. മൈനസ് 3ന്റെ സ്ക്വയർ എത്ര? 9 തന്നെ. സോ ആൻസർ ഹിയർ ഈസ് അഗെയിൻ റൂട്ട് 18. Okay, again we have to calculate CD. Okay, CD. നിങ്ങൾ പോയിന്റ്സ് തന്നെ പറഞ്ഞു. 6 മൈനസ് 4 സോറി CD അല്ലേ? അപ്പൊ 6 മൈനസ് 9. 6 മൈനസ് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? മൈനസ് 3 സ്ക്വയർ പ്ലസ് 1 മൈനസ് 4 അഗെയിൻ മൈനസ് 3 സ്ക്വയർ. Again answer is minus 3 square is 9. Minus 3 square is again 9 and the answer is root 18. Again you need DA. DA എത്ര വരും? റൂട്ട് ഓഫ് DA. നിങ്ങൾ പോയിന്റ്സ് എടുക്കുക കേട്ടോ. DA 6 മൈനസ് 3. 6 മൈനസ് 3 is again 3 square plus 1 minus 4. 1 minus 4 is minus 3 square. Again the answer is root 18. ഉണ്ടോ? അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം? All the lengths are same. Okay, all the lengths are same. Again we have to confirm it whether it is a square. Okay, സ്ക്വയർ ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു കണ്ടീഷൻ കൂടെ മീറ്റ് ചെയ്താൽ മതി. എന്താണ് കണ്ടീഷൻ? ഒരു കണ്ടീഷൻ കൂടെ നമ്മൾ എഴുതിയാൽ മതി. എന്താ കണ്ടീഷൻ? ഡയഗണൽ AC should be equal to BD. Okay, diagonal BD should be equal to AC. അങ്ങനെയാണെങ്കിൽ ഇത് സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ആദ്യം AC കണ്ടുപിടിക്കാം. AC is equal to 9 minus 3 the whole square plus AC അല്ലേ? 9 minus 3 the whole square plus 4 minus 4. 4 minus 4 എന്ന് പറഞ്ഞാൽ ആൻസർ എത്ര തന്നെ? 0 തന്നെ. അപ്പം 9 minus 3 മാത്രമേ ഉള്ളൂ. 9 minus 3 എന്ന് പറഞ്ഞാൽ എത്ര വരും? 6. 6ന്റെ സ്ക്വയർ എത്രയാണ്? 6ന്റെ സ്ക്വയർ 36 ആണ്. സോ റൂട്ട് 36. ആൻസർ എത്ര തന്നെ വരും? 6 തന്നെ കിട്ടും. അപ്പോൾ AC യുടെ ലെങ്ത് കിട്ടിയേ. ഇനി നിങ്ങൾക്ക് ഏതിന്റെ ലെങ്ത് മാത്രം മതി?
ബി ഡിയുടെ ലെങ്ത് മാത്രം മതി. എത്ര ബി ഡിയുടെ ലെങ്ത്? റൂട്ട് ഓഫ് ബി ഡി. ബി പോയിന്റ് ബിയും പോയിന്റ് ഡിയും നോക്കുക, എത്ര വരും? 6 മൈനസ് 6. ആൻസർ എത്രയാ? 0 സ്ക്വയർ. 6 മൈനസ് 6 ഹോൾ സ്ക്വയർ പ്ലസ് x2 മൈനസ് x1 ആയ. ഇനി y2 മൈനസ് y1 എടുക്കണം. 1 മൈനസ് 7. 1 മൈനസ് 7 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? മൈനസ് 6 സ്ക്വയർ. അപ്പൊ ആൻസർ 0 സ്ക്വയർ പ്ലസ് മൈനസ് 6 സ്ക്വയർ. മൈനസ് 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 36. അഗെയിൻ ആൻസർ ഈസ് 6. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കൺക്ലൂഡ് ചെയ്യാം? നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഇവിടെ ഇൻ ദിസ് കേസ് യു ക്യാൻ കൺഫേം ദാറ്റ് ഞാനിവിടെ എഴുതാം. You can confirm that AB is equal to BC is equal to CD is equal to DA is equal to DB is equal to AC. Now, here all the sides are same and also, I'm sorry, ഇവിടെ ഒരു mistake ഉണ്ട്. Okay, now it's correct. So all the sides are same. That is AB is equal to BC is equal to CD is equal to DA, and the diagonals are also same. Then therefore we can say that ABCD is a square. Therefore we can say that ABCD is a square. Square എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാം. ആൻഡ് ചമ്പയല്ല ലേഡിയുടെ പേര്, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. Champa asked Chameli, don't you think that ABCD is a square? Chameli disagrees. Okay, so Champa was right. Keto, our answer is Champa was right. Chameli was incorrect. Okay, so we can say that Champa was correct. Okay, idea കിട്ടിയോ? ഈസി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്. There are some quadrilaterals here. You have to name the quadrilateral. Okay, so in the first question we have given 3 points. So you have to find whether what type of quadrilateral is formed here. Okay, so നിങ്ങൾ ഇതിനകത്ത് പോയിന്റ്സ് ഗ്രാഫ് ഒന്നും വരച്ച് കാണിക്കണമെന്നില്ല. നിങ്ങൾ അല്ലാതെ തന്നെ നിങ്ങൾ ആ പോയിന്റ്സ് എല്ലാം ഒന്ന് ലൊക്കേറ്റ് ചെയ്താൽ മതി. നമുക്ക് എല്ലാ പോയിന്റ്സിനും ഒരു പേര് കൊടുക്കാം. എ എന്ന് പറയുന്ന പോയിന്റ്സ് എത്രയൊക്കെയാണ്? -1ഉം -2. ബി എന്ന് പറയുന്ന പോയിന്റ്സ് എത്രയൊക്കെയാണ്? 1ഉം 0യും. സി എന്ന് പറയുന്ന പോയിന്റ് എത്രയാണ്? -1ഉം 2ഉം. ഡി എന്ന് പറയുന്ന പോയിന്റ് എത്രയാണ്? -3ഉം 0യും. അല്ലേ? അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇതിന്റെ ഫോർമുല, നമുക്ക് ഇതിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചെടുക്കാം. ഓക്കെ, നമുക്ക് ആദ്യം എ ബി കണ്ടുപിടിച്ചെടുക്കാം. എ ബി കണ്ടുപിടിച്ചെടുക്കുമ്പോൾ എന്ത് വരും? 1 മൈനസ് -1. 1 മൈനസ് -1 അല്ലേ വരുന്നത്? 1 മൈനസ് -1 ഈസ് 0 അല്ലേ? 1 മൈനസ് -1 ഹോൾ സ്ക്വയർ പ്ലസ് 0 മൈനസ് -2. 0 മൈനസ് -2 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ. അപ്പം ഇതിന്റെ ആൻസർ എത്ര കിട്ടും? 2 സ്ക്വയർ 4. 4ന്റെ റൂട്ട് എത്ര? 2 തന്നെ. സോ 1 മൈനസ് -1 ഈസ് 0. Again second point is 0 minus -2, that is 2, and that square is 4. I'm sorry. Here in the first case 1 minus -1 അല്ലേ? 1 minus -1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 മൈനസ്, ഇവിടെ പ്ലസ് വരത്തില്ല. അപ്പം 1 plus 1 എന്ന് പറഞ്ഞു വരും. 1 plus 1 എന്ന് പറഞ്ഞാൽ എത്ര? 2 സ്ക്വയർ എത്ര? 4. അപ്പൊ ആദ്യത്തെ 4 ആണ്, രണ്ടാമത്തെ 2 സ്ക്വയർ ആണ്, അതും 4 ആണ്. 4 plus 4 എത്ര കിട്ടും? √8 അല്ലേ? അപ്പൊ നമുക്ക് 8നെ നമുക്ക് എങ്ങനെ എഴുതാം? ഫാക്ടറൈസ് എഴുതാം. 2 4s are 8. Again 2 2s are 4. സോ രണ്ട് രണ്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഗ്രൂപ്പ് ചെയ്യാം. പുറത്തോട്ട് റൂട്ടിന്റെ വെളിയിലോട്ട് എഴുതാം 2√2. ഇനി നമുക്ക് അടുത്ത പോയിന്റ് എടുക്കാം. ഏതൊക്കെയാ? ബി സി.
ബി സിയുടെ പോയിന്റ് എടുക്കാം. അപ്പോൾ ബി സി എന്ന് പറയുന്ന പോയിന്റ് എങ്ങനെ റൂട്ട് ഓഫ് വീണ്ടും എന്ത് വരും -1 കാര്യം x2 - x1 ദ ഹോൾ സ്ക്വയർ അല്ലേ പ്ലസ് 2 - 0 അത് എന്ത് തന്നെ 2. അപ്പോൾ ഇത് സിംപ്ലിഫൈ ആണെങ്കിൽ 2 സ്ക്വയർ വീണ്ടും 4 വീണ്ടും 2 സ്ക്വയർ 4 4 + 4 എത്രയാണ് √8. ആൻസർ ഈസ് 2√2. ഓക്കെ, അപ്പോൾ എ ബി കണ്ടുപിടിച്ചു, ബി സി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിച്ചെടുക്കാം? എ ബി കണ്ടുപിടിച്ചെടുത്തു, ബി സി കണ്ടുപിടിച്ചെടുത്തു. ഇനി നമുക്ക് സി ഡി കണ്ടുപിടിച്ചെടുക്കാം. സി ഡി എത്ര വരും? റൂട്ട് ഓഫ് -3 - -1 -3 - -1 ഉണ്ടോ സ്ക്വയർ അല്ലേ. ഇനി 0 - 2 എന്ന് പറയുന്നിടത്ത് -2 സ്ക്വയർ. സിംപ്ലിഫൈ ആണെങ്കിൽ -3 ഇവിടെ മൈനസ് പ്ലസ് വരും. അപ്പോൾ എന്ത് വരും? -3 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 അല്ലേ. -2ന്റെ സ്ക്വയർ എത്രയാണ് 4. വീണ്ടും -2ന്റെ സ്ക്വയർ എത്രയാണ് 4. അപ്പോൾ 4 + 4 എത്ര ഇട്ട് 8. 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ എത്ര ഇടും 2√2 ഉണ്ടോ. അപ്പോൾ എ ബി കണ്ടുപിടിച്ചു, ബി സി കണ്ടുപിടിച്ചു, സി ഡി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്ത എ ഡി കൂടെ കണ്ടുപിടിക്കാം. എ ഡി ഞാൻ കണ്ടുപിടിച്ചെടുക്കും. റൂട്ട് ഓഫ് -3 - -1 -3 - -1 എന്ന് പറഞ്ഞാൽ എത്രയാണ് -3 + 1 എന്ന് പറഞ്ഞാൽ എത്രയാണ് -2 സ്ക്വയർ പ്ലസ് 0 - -2 എന്ന് പറഞ്ഞാൽ എത്രയാണ് +2 +2ന്റെ സ്ക്വയർ എത്രയാണ് 4. അപ്പൊ ഇതിൻ്റെത് -2ന്റെ സ്ക്വയറും 4 2ന്റെ സ്ക്വയറും 4. അപ്പോൾ 4 + 4 എന്ത് കിട്ടും? റൂട്ടിൻ്റെ അകത്ത് എന്ത് വരും 8. അപ്പൊ 8ന്റെ റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും 2√2 എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് പറയാം, എന്ത് കൺക്ലൂഡ് ചെയ്യാം? നമുക്ക് എ ബി is equal to BC is equal to AB is equal to BC is equal to CD is equal to AD. എല്ലാ സൈഡുകളും എന്താണ് സെയിം ആണ്. ഇനി നമുക്ക് രണ്ട് ഡയഗണൽസും കൂടെ കണ്ടുപിടിച്ചാൽ മതി അല്ലെ. ഡയഗണൽസും കൂടെ ഉറപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതൊരു സ്ക്വയർ ആണെന്ന് പറയാം. എ ബിയും ബി സിയും സി ഡിയും ഈക്വൽ ആണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ സ്ക്വയർ. നിങ്ങൾ സ്ക്വയർ ആണെന്ന് അസ്യൂം ചെയ്യും. നോക്കാം നമുക്ക് എ ബി സി ഡി. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ എ ബിയുടെ ലെങ്ത് കണ്ടുപിടിച്ചു, ബി സിയുടെ ലെങ്ത് കണ്ടുപിടിച്ചു, സി ഡിയുടെ ലെങ്ത് കണ്ടുപിടിച്ചു, എ ഡിയുടെ ലെങ്ത് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഡയഗണൽസും കൂടെ കണ്ടുപിടിച്ചാൽ മതി. ഡയഗണൽസും കൂടെ സെയിം ആണെന്ന് വരുവാണെങ്കിൽ നമുക്ക് അത് എന്തായിട്ട് ഉറപ്പിക്കാം? സ്ക്വയർ ആണെന്ന് ഉറപ്പിക്കാം. അപ്പൊ നമുക്ക് എ സി കണ്ടുപിടിക്കാം. ഓക്കെ, എ സി കണ്ടുപിടിച്ചെടുക്കാം. അപ്പൊ എ സി എങ്ങനെ കണ്ടുപിടിച്ചെടുക്കും? റൂട്ട് ഓഫ് -1 - -1 -1 ഇത്രയും സ്ക്വയർ പ്ലസ് എ സി അല്ലേ. ഇനി 2 - -2 അല്ലെ. 2 - -2 അല്ലേ. അപ്പൊ -1 - -1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇത് ക്യാൻസൽ ആയി പോകത്തില്ലേ, 0 ആയി പോകും. ഇനി 2 - -2 എന്ന് പറഞ്ഞാൽ എത്ര? +4 സ്ക്വയർ ആണ്. അപ്പൊ എന്ത് വരും? √4 എന്ന് പറഞ്ഞു വരും അല്ലെ. √4ന്റെ സ്ക്വയർ അല്ലേ. 4ന്റെ സ്ക്വയർ എത്ര? 16 അല്ലേ. 16ന്റെ റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ എത്ര തന്നെ കിട്ടും? 16ന്റെ റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ ആൻസർ എത്ര തന്നെ? 4 തന്നെ. ഓക്കെ, അപ്പൊ എ സി കിട്ടി. ഇനി നമുക്ക് ഏതാ കണ്ടുപിടിക്കേണ്ടത്? സ്ക്വയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? എ സി കണ്ടുപിടിച്ചു. ഇനി അടുത്ത ഏതാ കണ്ടുപിടിക്കേണ്ടത്? ബി ഡി കണ്ടുപിടിക്കണം. ബി ഡി എടുക്കാം. ബി ഡി എങ്ങനെ കണ്ടുപിടിച്ചെടുക്കും? റൂട്ട് ഓഫ് -3 - -1 -3 - -1 the whole square plus 0 - 2 the whole square. അപ്പൊ എന്ത് വരും? റൂട്ട് ഓഫ് ഇവിടെ -3 -1 ആണ്. അപ്പൊ +1 വരും. -3 + 1 എന്ന് പറഞ്ഞാൽ എത്ര? -2 സ്ക്വയർ പ്ലസ് വീണ്ടും എന്താണ്? -2 സ്ക്വയർ. -2ന്റെ സ്ക്വയർ എത്ര? 4 അല്ലെ. ഓക്കെ, നമ്മളിപ്പോ കണ്ടുപിടിച്ചിട്ടിരിക്കുന്ന പോയിന്റ് ഏതാണ്? ബി ഡി അല്ലേ. ബി ഡി ആണ്. ബി ഡിയുടെ അകത്ത് നിങ്ങളുടെ രണ്ട് പോയിന്റ്സുകൾ ഏതൊക്കെയാ? 1 0
-3 സീറോയും അല്ലേ. അപ്പോൾ ബി ഡിയിലെ 0.10യും ബിയിലെ 0.10യും ഡിയിലെ -3 സീറോയും ആണ്. അപ്പൊ നമുക്ക് ആദ്യം x2 - x1 എടുക്കാം. ഞാൻ ഇതൊന്നുകൂടെ ഒന്ന് എഴുതുവാണേ. ബി ഡി ആണ് റൂട്ട് ഓഫ് -3 -1 സ്ക്വയർ പ്ലസ്, ഇനി അടുത്തത് വൈയിലെ പോയിന്റ് എടുക്കണം. y2 - y1 എന്ന് പറഞ്ഞാൽ 0 - 0 0 - 0 എന്ന് പറഞ്ഞാൽ 0 സ്ക്വയർ തന്നെയല്ലേ. അപ്പം ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -3 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടും? -4. -4ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 16. 16ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 4. കണ്ടോ? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? എല്ലാ സൈഡുകളും സെയിം ആണ്. എ ബി ഇസ് ഈക്വൽ ടു ബി സി ഇസ് ഈക്വൽ ടു സി ഡി ഇസ് ഈക്വൽ ടു എ ഡി. സൈഡുകളെല്ലാം സെയിം ആണ്. നോക്കിക്കോ, എ ബി ഈക്വൽ ആണ്, ബി സി ഈക്വൽ ആണ്, സി ഡി ഈക്വൽ ആണ്, എ ഡി ഈക്വൽ ആണ്. അത് മാത്രമല്ല ഡയഗണൽസും സെയിം ആണ്. എ സി ഇസ് ഈക്വൽ ടു എന്താണ്? ബി ഡി. എ സി ഇസ് ഈക്വൽ ടു ബി ഡി ആണ്. അപ്പൊ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ഇത് മാത്രമല്ല ആൻഡ് എ സി ഇസ് ഈക്വൽ ടു ബി ഡി. അല്ല, അത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ചില്ലേ? എ സിയും ബി ഡിയും ഈക്വൽ ആണ് നമ്മൾ കണ്ടുപിടിച്ചെടുത്തില്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? എ ബി സി ഡി ഈസ് എ സ്ക്വയർ. എ ബി സി ഡി എന്താന്ന് പറയാം? അതൊരു സ്ക്വയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ.